അപ്പോൾ നമ്മൾ ഇന്ന് റെഡി എങ്ങോട്ടാണ് പോകുന്നത്? ഓണം ഫുഡ് കഴിക്കാൻ. ഓണം ഫുഡ് കഴിക്കാനാ? നമ്മളിന്ന് സദ്യ കഴിക്കാൻ പോവാണ്. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് അത് തീരുമാനിച്ചിട്ടില്ല. അത് ഇത് വിളിച്ച് ചോദിച്ചിട്ട് വേണം തീരുമാനിക്കാൻ. അപ്പോൾ ഞാനും റിനിയും റെഡിയെന്ന് വെച്ചാൽ ഞങ്ങൾ മേക്കപ്പ് ചെയ്ത് മുടിയൊക്കെ കെട്ടണം. പക്ഷെ ഇവിടെ വേറെ രണ്ടാൾക്കാരും മേക്കപ്പ് ചെയ്യുന്നുണ്ട്, കാണിച്ചു തരാം. ഇന്നിങ്ങോട്ട് തിരിയൂ. മേക്കപ്പ് ചെയ്ത് കാണിക്കും. മേക്കപ്പ് ചെയ്ത് നമുക്ക് ഫേസ് നോക്കട്ടെ. അലീന തിരിയൂ. അലീന പിന്നെ ലിപ്സ്റ്റിക് കുറച്ചുകൂടെ അലീന ആവശ്യത്തിനുണ്ട്. അലീന വൺസിനെ ബ്ലൂ മൂൺ അലീന ഇടയ്ക്ക് ഇങ്ങനെ പെണ്ണായിട്ടൊക്കെ നടക്കാറുണ്ട്. അല്ലെങ്കിൽ അവൾ എന്താ പറയാ, ജീൻസും ടോപ്പും അങ്ങനെ നടക്കാറുള്ളൂ. അല്ലെങ്കിൽ അവൾക്ക് ഇതുപോലെ ചുരിദാറൊക്കെ ഇട്ട് അവളങ്ങനെ വരാം. അവള് ചുരിദാർ ഇടാറില്ല. ഇത് റിനിയുടെ ചുരിദാർ, അത് എന്റെ ചുരിദാർ. ഞാൻ ആരുടെയാണ്? എൻ്റെ അമ്മയുടെ ചുരിദാർ. അതെ, പിന്നെ ഞാൻ നമ്മളിത് റെഡി ആയിരിക്കുന്നു. ചന്ദനമൊക്കെ തൊട്ടുണ്ട്. ചന്ദനം തൊട്ട് നമ്മളെ പോവാണ്. അലീന ഡ്രൈവിംഗ് പഠിച്ചതിന് ശേഷം ഞങ്ങളെ കൊണ്ട് ഉണ്ട് ആദ്യമായിട്ട് കാർ എടുക്കാൻ പോണ കേസ്. പിന്നെ കാർ ഓടിക്കുന്നത് അലീനയാണ്. ഭയങ്കര ഗ്യാപ്പ്, എനിക്ക് വിശാലമായിട്ടിരിക്കാം. അതെ, റിനി ഭയങ്കരമായിട്ട് കയറ്റി വിട്ടിട്ട് കാലൊക്കെ നിവർത്തി ഇങ്ങനെ. അപ്പോ നമ്മുടെ ഇപ്രാവശ്യത്തെ ഓണം ഒരു ഭയങ്കര സിമ്പിൾ ഓണാണ് അല്ലേ? ലിന്നെ കാണുന്നില്ല. ലിന്നെ നമ്മള് സാധാരണ സാരിയൊക്കെ ഉടുത്ത് ഓണത്തിന്റെ അന്നല്ല, നമ്മള് തലേ ദിവസം കഴിഞ്ഞ പ്രാവശ്യം ഓണത്തിന്റെ അന്നായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഓണത്തിന്റെ അന്നായിരുന്നു. അതിന് മുന്നത്തെ തവണ അതിന് മുന്നായിരുന്നു. നമ്മൾ അതിന് മുന്നായിരുന്നു. അത് വെച്ചിട്ട് ഞങ്ങൾ സാരി എടുത്തു. എന്നിട്ട് ഞങ്ങൾ സദ്യ കഴിക്കാമെന്ന് പറഞ്ഞ് കുഴിമന്തി കഴിച്ചു. അതതിന് മുന്നേ, അതിന് മുന്നോ? അത് 21-ലാണ് ഞങ്ങള് സദ്യക്ക് പകരം കുഴിമന്തി കഴിച്ചത്. 22-ല് നമ്മള് പള്ളിയിലൊക്കെ പോയി സാരി എടുത്ത് പോയത്. റിമെമ്പർ? നമ്മളായിട്ട് വേറെ ഒന്നും ചെയ്തില്ല. നമ്മളായിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. പക്ഷെ നമ്മളത് രസം ഉണ്ടായിരുന്നു. നമ്മള് പള്ളിയിലെ ഓണാഘോഷം ഉണ്ടാവാറുണ്ട്. അപ്പൊ ഞങ്ങൾ അവിടെ പോയത്. പിന്നെ കഴിഞ്ഞ കൊല്ലം നമ്മള് ചുമ്മാ ഒന്ന് കറങ്ങാൻ പോയി. ഫുഡൊന്നും കഴിച്ചില്ല തോന്നല്ലേ? എൻ്റെ ഒരു കസിൻ മരിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മള് പ്രത്യേകിച്ച് ആഘോഷങ്ങൾക്കൊന്നും പോയില്ലായിരുന്നു. അപ്പം അങ്ങനെ. അപ്പൊ ഇപ്രാവശ്യം ഞങ്ങള് വലിയ പ്ലാനിങ് ഒക്കെ ആയിരുന്നു. പക്ഷെ വിചാരിച്ച പോലെ ഒന്നും ലിന്നെ വണ്ടി വിഴിഞ്ഞ പോലെ എനിക്കിവിടെ എന്തോ ഇവിടെ ഇത്രയും കയറിയിട്ട് എന്തോ ഇവിടെ ഭയങ്കര പക്ഷെ എല്ലാരും ഇടണം കേട്ടോ. അതെ, നമ്മള് നമ്മുടെ കംഫർട്ടബിളിനേക്കാളും നമ്മൾ കൂടുതൽ സേഫ്റ്റി അല്ലേ നോക്കണ്ടേ? എടി, ഞാൻ ബാക്കിൽ ഇരിക്കാൻ പോയത് റിനി ഇരിക്കുന്നത് ഞാൻ വിചാരിച്ചു. പക്ഷെ റിനി അപ്പൊ കയറാൻ പറഞ്ഞാൽ കയറി. അപ്പം അതൊക്കെയാണ് ഞങ്ങളുടെ ഓണം ഞങ്ങൾ ആഘോഷിച്ചത്. ഇപ്രാവശ്യം നമ്മളൊരു ചെറിയൊരു ഫുഡ് കഴിക്കാൻ, നമ്മൾ കഴിഞ്ഞ കൊല്ലം പാലടിയും ബോളിങ് കഴിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചു കുറേയായിരുന്നു. പക്ഷെ നമുക്കത് ഇവിടെ അടുത്തൊന്നും കിട്ടാനില്ല. പിന്നെ അത് തൃശ്ശൂർ അവിടേക്ക് പോണം. ഞാനൊരു വീഡിയോയില് കണ്ടിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹം. ഞാൻ ഇവരോട് പറഞ്ഞു, ഇവർക്കും ആഗ്രഹമായി. പക്ഷെ അവസാന സാധനം കിട്ടിയില്ല. പിന്നെ നമ്മള് ചോദിച്ചു നമുക്ക് ഉണ്ടാക്കാന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ വർഷം പിന്നെ ട്രിവാൻഡ്രത്ത് പോയി കഴിക്കാം. അങ്ങനെ
അങ്ങനെ ഭയങ്കര വലിയ പ്ലാനിങ്. നമുക്ക് വഴി അറിയോ? ഗൂഗിൾ മാപ്പ് ഇടുവോ? ഗായ്സ്, അപ്പോൾ നമ്മ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മളിനി ഫുഡ് കഴിക്കാനായിട്ട് നേരെ പോവാണ്. കാറ് നമ്മ പാർക്ക് ചെയ്തിട്ടു. ഫുഡ് കഴിക്കാൻ പോവാ. ഓക്കെ, ഫുഡ് വഴിയാണ് എടുക്കേണ്ടത്, അല്ലെങ്കിൽ സീ തന്നെയാണ്. ഇവിടെ മഴ പെയ്തിട്ട് നല്ല ചെളിയൊക്കെ കിടക്കുക താഴെയൊക്കെ. ഇവരൊക്കെ ഗ്രീൻ ഡ്രസ് ആയിരുന്നു, ഞാൻ മാത്രം പ്യുവർ വൈറ്റ്. പായസവും ഒരു കൂടെ വന്നിട്ടുണ്ട്. കയ്യിലിനൊക്കെ പ്ലേറ്റ് മടക്കി കഴിച്ചു. എൻ്റെ കുറച്ചും കൊണ്ട് റിനിയുടെ കഴിഞ്ഞു, സിയുടെ കഴിഞ്ഞു. പായസം കുടിച്ചോണ്ട് ഞാൻ. സി എങ്ങനെയുണ്ട് പായസം? അടിപൊളി ഫുഡായിരുന്നു. അടിപൊളി ഫുഡായിരുന്നു. നമ്മള് നല്ല സദ്യയൊക്കെ കഴിച്ച് ഇതായിട്ടുണ്ട്. ലിന് ഇഷ്ടപ്പെട്ടു സദ്യ? നല്ലതായിരുന്നു. ഞാനാണ് ഈ ഇളയെടുത്തെന്ന് പറഞ്ഞ സ്ഥലം കണ്ടുപിടിച്ചതല്ല, നല്ല സദ്യ എന്ന് പറഞ്ഞ ഞാനാണ് പറഞ്ഞത്. കാരണം എൻ്റെ ഫാമിലിയിൽ നിന്ന് ഞങ്ങൾ സദ്യക്ക് ഇവിടെയാണ് ഏൽപ്പിക്കാറ്. അപ്പം നമ്മൾ എന്താ പറയുക, കഴിക്കാൻ വേണ്ടി വന്നതാ. അടിപൊളിയായിരുന്നു. ലിന് ഇഷ്ടപ്പെട്ടില്ലേ? അതെ, എനിക്കിഷ്ടമായി. നല്ല സദ്യ അല്ലേ? അലീൻ ഷെറിനി ഇങ്ങനെ ഉണ്ടായിരുന്നു? സദ്യ എങ്ങനെ ഉണ്ടായിരുന്നു? സദ്യ അടിപൊളിയായിരുന്നു ഗൈസ്. ഞങ്ങളങ്ങനെ വല്ലാണ്ട് സദ്യ കഴിക്കുന്ന ആൾക്കാരൊന്നുമില്ല, ഞങ്ങൾ നോൺ വെജിൻ്റെ ആൾക്കാരെ മെയിനായിട്ട്. പക്ഷേ അതെ അതാണ് ഞങ്ങളുടെ. റിനി എങ്ങനെ ഉണ്ടായിരുന്നു സദ്യ? ഇഷ്ടപ്പെട്ടു. ഗൈസ്, ഞങ്ങൾ പായസം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ പായസം വീട്ടിലേക്കും കൂടെ വാങ്ങിച്ചു. അവിടെ ഞങ്ങളൊരു അമ്പലം കാണുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് ഒന്ന് കുറച്ച് ഫോട്ടോസ് എടുക്കാന്ന് വെച്ചല്ലേ. കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് അമ്പലം. കളത്തുംപടി ശ്രീ ദുർഗാ ദേവി ക്ഷേത്രം. എന്നിട്ട് സംഗമേശ്വര NSS ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ, മുകുന്ദപുരം താലൂക്ക്, ഇരിഞ്ഞാലക്കുട. അയ്യോ, ക്യാമറ ഉണ്ടല്ലോ വണ്ടിയില്, അത് പറഞ്ഞോ ഇങ്ങോട്ട്. ഒരു ഫോട്ടോ എടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. നീ ആയിട്ട് എടുത്തു തരില്ല. ഞാൻ ഗായ്സ്, അപ്പോൾ നമ്മ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. നമ്മൾ ഈ അമ്പലത്തിൽ നിന്ന് കുറച്ച് ഫോട്ടോസ് വന്ന കൊലമല്ല ഞങ്ങളിപ്പോൾ ഞങ്ങൾക്കറിയാം. എന്നാലും ഞങ്ങളിനി ഈ വ്ളോഗ് നമ്മൾ അവസാനിപ്പിക്കുന്നില്ല. ഇനി എന്തെങ്കിലും കണ്ടിന്യൂഷൻ ഇടാനുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾക്ക് ഇങ്ങനെ ഫോട്ടോ എടുക്കുന്ന പ്ലാൻ ഇവിടെ എത്തിയപ്പോൾ ഞങ്ങൾ ഒരു സേഫ്റ്റിക്ക് ചുമ്മാ ക്യാമറ എടുത്ത് വെച്ചായിരുന്നു. പക്ഷെ അതുകൊണ്ട് ഉപകാരം. ഓണം 14th and 15th ആണ്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ 9ാം തീയതി ആയിട്ടുള്ളൂ. ദിവസങ്ങളിലൊക്കെ നമ്മളെല്ലാവരും നീയോ കണ്ടു, നീ എന്നെ കൂടി എല്ലാവരും ഒന്നും മിണ്ടാണ്ടിരുന്ന റിനി അല്ല, നമ്മൾ കുറച്ച് തിരക്കിലായോണ്ടാണ് ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു ദിവസം എടുത്തത്.
അപ്പോൾ ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ എന്തൊക്കെ ഓണത്തിന് ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുമോ ചെയ്യില്ല എന്നൊന്നും അറിയില്ല. അതൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഈ വീഡിയോടൊപ്പം ആഡ് ചെയ്യാം, അല്ലെങ്കിൽ പാർട്ട് 2 ആയിട്ട് എങ്ങാനും പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ്, ഞങ്ങൾ ഇഷ്ടമുള്ളവർ അത് കാണാം, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങളിന്ന് വീഡിയോ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഞങ്ങളിന്ന് നല്ല ഒരു അടിപൊളി സദ്യ കഴിച്ചു. ഭയങ്കര എന്താ പറയാ, പേര് പറയുന്ന റീൽ എന്താ ടേസ്റ്റ് എന്നുള്ളത്. വയറും നിറഞ്ഞു മനസ്സും നിറഞ്ഞു. നല്ലൊരു ഞങ്ങൾ ആദ്യമായിട്ട് പ്ലാൻ ചെയ്തിട്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് നടക്കും. പിന്നെന്ന് പറഞ്ഞാൽ നമ്മളിന്ന് കുറച്ചുകൂടി കാമായിരുന്നു. മറ്റേത് ഞങ്ങൾ ഭയങ്കര ഒന്നില്ലെങ്കിൽ നമ്മൾ രാവിലെ വന്നു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഒരാൾക്ക് പോകേണ്ടതുണ്ടാവും, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് വന്നാൽ വൈകിട്ട് പോകേണ്ടതുണ്ട്, അങ്ങനെ ഏതെങ്കിലും ഒരു ടൈമിൽ പോകേണ്ടതുണ്ടാവും. ആരെങ്കിലും ഒരാൾക്ക് തിരക്കുണ്ടാവും. ഫുൾ ഡേ ഫ്രീ ഞങ്ങൾ എടുത്തു, കൊണ്ടുവരും, ഞങ്ങൾ ലീവ് എടുപ്പിച്ചു. അപ്പൊ ഞങ്ങളിന്ന് ഫ്രീ ആണ്. അപ്പോൾ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വരുന്നതും ഡ്രൈവ് ചെയ്തതും ഒക്കെ എല്ലാം ഭയങ്കര ഒരു കാം ആൻഡ് ക്വൈറ്റ്, വളരെ സന്തോഷമായിട്ടുള്ള ഒരു ഓണം സെലിബ്രേഷൻ, ഭയങ്കര സമാധാനത്തിലുള്ള ഒരു ഓണം സെലിബ്രേഷൻ ആയിരുന്നു. അപ്പോൾ ഇനി എന്താ പറയാ, ഈ ഒരു കൊല്ലം അടുത്ത ഓണം വരെ ഇങ്ങനെ സമാധാനത്തിൽ പോകട്ടെ, ഞങ്ങൾ സമാധാനത്തിൽ പോട്ടെ ഞങ്ങൾ ആശംസിക്കുന്നത്. നിങ്ങളും അതുപോലെ പോട്ടെ. ഞങ്ങൾ എല്ലാവർക്കും ഹാപ്പി ഓണം. ഞങ്ങള് ലൈം കുടിക്കാൻ വേണ്ടി വന്നേക്കാണ്. സദ്യ കഴിച്ചൊരു ക്ഷീണം മാറ്റാൻ വേണ്ടി നമ്മള് ലൈം കുടിക്കാൻ വന്നേക്കാണ്. ഒരു തണുത്ത ലൈം കുടിച്ചപ്പോ സദ്യ കഴിച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞ ഒരു മത്ത് പിടിക്കും. വേറെ എൻ്റെ അടുക്കള കാണിച്ചാൽ